അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് വലിയ തോതിലുള്ള താരിഫുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തോതിലാണോ? 50% വരെ താരിഫ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ ഇത്രയും നാൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മേൽ 50% കൂടിയ വില നൽകേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുകിൽ അവർ മറ്റൊരു ഉൽപ്പന്നത്തിലേക്ക് പോകും, അതല്ല പൈസ ഉള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് തന്നെ വാങ്ങിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീഷണിപ്പെടുത്തി അമേരിക്ക ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. മോദി പറഞ്ഞു ഞങ്ങൾക്ക് അതിനകത്ത് എന്ത് സംഭവിക്കും? അമേരിക്കയിൽ പണപ്പെരുപ്പം നല്ലോണം ഉണ്ടാവും. ഇപ്പം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ വായിച്ച 53% എന്താണോ വായിച്ചത്. അങ്ങേർക്ക് എനിക്ക് ഇത്തിരി ഇതാന്ന് തോന്നുന്നു, നമ്മൾ പറയാൻ പറ്റില്ല, നല്ലോണം ഉണ്ടല്ലോ, അപ്പം പറയാല്ലേ. അപ്പോൾ തോന്നുന്ന പോലെ 24%, 26% ലേലം വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം 50 മേലെയാണ് സിനുജി പറഞ്ഞ പോലെ എത്തിയിരിക്കുന്നത്. പണപ്പെരുപ്പം നല്ലോണം കൂടും. ഒരു വസ്തു ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും അവരിഷ്ടപ്പെട്ടൊരു വസ്തു മേടിക്കണമെങ്കിൽ അതിന് ഈ ഇതും കൂടെ കയറ്റി കൊടുക്കുമ്പോൾ അവരുടെ ജീവിത നിലവാരം കുറയുകയാണ് ചെയ്യുക. 50 രൂപയ്ക്ക് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞ പോലെ 75 രൂപയ്ക്ക് മേടിച്ചിരുന്നു ഇപ്പം 500 രൂപയായി. അവരവിടെ അത് 200 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1000 രൂപ കൊടുക്കണം. പക്ഷേ വെളിച്ചെണ്ണ ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അവരുടെ പണപ്പെരുപ്പം കൂടും, അവരുടെ ജീവിത നിലവാരം കുറയും, അവർക്ക് മേടിക്കുവാനുള്ള സാധനങ്ങളുടെ ആസ്തി കുറയും. ഇപ്പോൾ പല ഇന്ത്യക്കാർക്കും മലയാളികൾക്കും വരെ അവിടെ പ്ലെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും നല്ല ജീവിതത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ഇത്രയും തീരുവ വയ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്ക് എത്രയാണ് തീരുവ? 15 മുതൽ 20% വരെ. നമ്മുടെ തുണികൾ അതിന് കിടപിടിക്കുന്നത് അതിനേക്കാട്ടിലും മികച്ചതുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്രയും വലിയ തുക ഡീപ് സ്റ്റേറ്റ് അവിടെ കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ഒരുതരം പ്രീണനങ്ങൾ ഇന്ത്യ ഒരു വലിയ ലോക ശക്തിയായിട്ട് ഉയർന്നു വരുന്നു. സിനുജി, ഞാൻ അമേരിക്കയിൽ പഠിച്ച ആളാണ്, പല പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം കൂടെ അവിടെ പോയിരുന്ന ആളാണ്. അവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, എല്ലാം അന്യരാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ കുഞ്ഞുമോൻ പറയും, അമ്മ കള്ളം പറയും, അമ്മ ചൈനയിൽ മാത്രമേ പോകുന്നുള്ളൂ, എവിടെ പോയിട്ട് വന്നാലും അമ്മ കൊണ്ടുവരുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നാണല്ലോ. നമ്മൾ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഒക്കെ. ഇപ്പം അങ്ങനെയല്ല. നമ്മളും കയറി വന്നിരിക്കുന്നു. ഇന്ത്യ ലോകത്തിലെ നമ്പർ 1 ഫിനാൻഷ്യൽ ശക്തിയാകാൻ പോകുന്നു. അമേരിക്ക എന്തുകൊണ്ട് ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രമേ യാതൊരു കൺട്രോളും ഇല്ലാതെ, ലോക ബാങ്കിൻ്റെ സാങ്ഷൻ ഇല്ലാതെ ഡോളർ പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ആ തുകയ്ക്ക് പ്രിൻ്റ് ചെയ്യുന്ന നോട്ടിന് തത്തുല്യമായ സ്വർണം അല്ലെങ്കിൽ അതുപോലെ ഉള്ള വിലപിടിപ്പുള്ള കാര്യം ലോക ബാങ്കിൽ സമർപ്പിച്ചിട്ട് നമുക്ക് നോട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അമേരിക്കയ്ക്ക് അതിനുള്ള കാര്യമില്ല. അവർക്ക് ഇഷ്ടം പോലെ പ്രിൻ്റ് ചെയ്യാം. ഏറ്റവും വലിയ പ്രശ്നം അവിടെ വന്നപ്പോൾ, ഡിപ്രഷൻ വന്നപ്പോൾ എത്ര കോടി ഡോളറാണ് അവിടെ പ്രിൻ്റ് ചെയ്തത്. വെറുതെ ഡോളർ പ്രിൻ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുക, അതിനൊരു വാല്യൂ ഇല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ധനശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 4-5 വർഷങ്ങൾക്കുള്ളിൽ അമേരിക്ക ഏറ്റവും വലിയ പാവപ്പെട്ട രാജ്യമായി മാറും. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം, ഇപ്പം നമ്മളുടെ യുവജനങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ ധാരാളം പേര് അവിടെയുണ്ട്, അവരൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. എൻ്റെ സിനുജിക്ക് അറിയാമോ, ഇവിടെ അമേരിക്കയിലെല്ലാം ഹെൽത്ത് ഇൻഷുറൻസിലാണ്. ഒരു ഒബാമ കെയർ, ഇപ്പം നമ്മളുടെ കാരുണ്യൊക്കെ പോലെയുള്ള ഒരു പദ്ധതി ഒബാമ കെയർ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് പോളിസിയൊക്കെ ഉണ്ട്. അവർക്ക് മരുന്ന് മുഴുവനും അമേരിക്കയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മോഡിയുടെ കാര്യം അറിയാമല്ലോ, ചെവി അറിയാണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയോ? എന്തൊരു നല്ല പേര്. അദ്ദേഹം അങ്ങോട്ടേക്ക് ഒരു വലിയ പ്രൊക്ലമേഷനൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഇനി അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നില്ല മെഡിസിൻസ് എന്ന് പറഞ്ഞു. ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഹൈദരാബാദിലിട്ടുള്ളതാണ്. അതുപോലത്തെ ഒരു സ്ഥാപനം അവർക്ക് തുടങ്ങാൻ പറ്റില്ല. ആ ക്വാളിറ്റി അവർക്ക് ആലോചിക്കാൻ പറ്റില്ല. 1-2 വിദഗ്ധന്മാരോട് ഞാൻ ചോദിച്ചു, അതെ ചൈനയിൽ നിന്നുള്ള മരുന്നുകൾ അടുപ്പിക്കൂല, ഇന്ത്യയിൽ നിന്നുള്ള ക്വാളിറ്റി കൺട്രോൾ പോലെയുള്ള മരുന്നിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്തിലും തന്നെ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്ക് പോയി? ഇപ്പം തന്നെ മരുന്ന് വിപണിയിൽ 500% വിലവർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം? നമ്മൾ ലോക വിപണിയിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക നമ്മളുടെ ഒരു ബയർ മാത്രമാണ്. ബാക്കി ധാരാളം രാജ്യങ്ങളിലേക്ക് കോവിഡിൻ്റെ സമയത്ത് ആരാണ് ഈ മരുന്ന് മുഴുവൻ സപ്ലൈ ചെയ്തത്?
അപ്പൊ ആരെ പറ്റിക്കാനാണ് ഇവർ നോക്കുന്നത്? സ്വയം കണ്ണടച്ചിരുട്ടാക്കി ജനങ്ങളെ മുഴുവൻ പാതാള കുഴിയിലേക്ക് തള്ളിവിടുകയാണ് മിസ്റ്റർ ട്രംപ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ ട്രംപിനെ നമ്മൾ വെല്ലുവിളിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നു. റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയിലും റൂബിളിലും ഒക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഡോളറിനെ ഒഴിവാക്കുന്നു. ഇനി ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്. ഈ ബ്രിക്സ് കൂട്ടായ്മ സ്വന്തമായിട്ട് കറൻസി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ട്രംപിന് വീണ്ടും അടിയാവും. അപ്പോൾ ഡോളറിന്റെ വില ക്രമേണ ഇടിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു. ഇതിന് മുൻകൈ എടുക്കുന്ന ഇന്ത്യ ആണെന്നുള്ളത് കൊണ്ടാണ് ഈ ബംഗ്ലാദേശിന്, പാകിസ്ഥാന്, മ്യാൻമറിൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ തീരു 20% നിൽക്കുന്നു. ഇന്ത്യക്ക് 50%. ആ രാജ്യങ്ങളിലെ പ്രത്യേകത എന്താ? അവര് അമേരിക്കയുടെ അടിമയാണ്. അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. മുസ്ലിം ന്യൂനപക്ഷ പോപ്പുലേഷനും കൂടിയുണ്ട്. അപ്പൊ നമ്മളൊരു ഹിന്ദു രാജ്യം മുന്നോട്ട്, നമ്മളിവിടെ എല്ലാവരും ഒന്നാണ് കേട്ടോ, നമുക്ക് അങ്ങനത്തെ യാതൊരു വ്യതിരിവും ഒന്നുമില്ല. പക്ഷേ അമേരിക്കയുടെ പോർട്ടായിട്ടും മറ്റേതായിട്ടെല്ലാം ഓരോന്നിനും ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ വിപ്ലവങ്ങൾ ഉണ്ടാക്കാനും സൈനിക സന്നാഹത്തിൽ ഭരണകൂടത്തെ മറിച്ചിടാനും ഒക്കെയുള്ള ഡീപ് സ്റ്റേറ്റിനെ ഒരുക്കി കൊടുക്കുന്നത് അമേരിക്കയാണ്. കാരണം അവരുടെ ഒരു പ്രഭാവം നിലനിർത്തുവാൻ വേണ്ടി. ഇപ്പോൾ സിനൂജി പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാൻ കഴിഞ്ഞു. ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു, ഉടനെ തന്നെ അത് അവസാനിക്കും, റഷ്യ മുൻപോട്ട് കയറി വരികയും ചെയ്യും. അപ്പോൾ സാങ്ഷൻസ് എവിടെ പോയി? ഇപ്പം 25% തീരുവ എക്സ്ട്രാ അടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പോയില്ലേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളും ഇന്ത്യയുടെ രൂപ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ കൂടെയും മറ്റും ക്യാഷ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും, ഇപ്പം അമേരിക്കയും റഷ്യയുമായിരുന്നു ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രങ്ങളായിരുന്നു. ഇപ്പോൾ USSR എന്നുള്ള ഘടന മാറിയതുകൊണ്ട് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇപ്പോഴും റഷ്യ ആ ഉയർന്ന പദവിയിൽ തന്നെയാണ് നിൽക്കുന്നത്. റഷ്യ നമ്മളുടെ സഹോദര രാഷ്ട്രമാണ്, നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന രാഷ്ട്രമാണ്. അവരും നമ്മളുമായിട്ട് അവരുടെയും നമ്മളുടെയും കറൻസിയിൽ ഡീലിങ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ചേട്ടന് എന്താണ് പിന്നെ അവിടെ പ്രസക്തി? അവർക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാണ്ടായി പോകും. 450 കൊല്ലത്തെ ഒരു ഇതല്ലേ അവർക്കുള്ളൂ പറയാനായിട്ട്. എവിടെ നിന്നൊക്കെയോ ചേക്കേറി വന്ന കുറച്ച് വെളുത്ത തൊലിയുള്ള മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലം, നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ ഒരു പ്രോജ്വലമായ ഒരു ചരിത്രം ഒക്കെ മൂടി വച്ചിട്ട് ഏതോ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി കടൽ മാർഗം വന്ന തീരത്തടഞ്ഞ ആൾക്കാർ കെട്ടിപ്പടുത്ത യാതൊരു സംസ്കാരവുമില്ലാത്ത കുറേ സംസ്കാരങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം എന്ന് വേണമെങ്കിലും തിരിച്ചു പോകാം. അവർക്കൊരു ഐഡന്റിറ്റിയിലോ. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് തങ്ങളുടെ ഒരു പ്രതാപം നിലനിർത്തണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അവരെ പേടിക്കണമായിരുന്നു. ഇവിടെ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ശക്തമായിട്ട് നിൽക്കുന്നു, ഒപ്പം ചൈന നിൽക്കുന്നു, ഇന്ത്യ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ ശക്തി ഉടഞ്ഞു പോവുകയാണ്. മാത്രമല്ല അവരുടെ കൂടെ ഒരു എല്ലാ കാലത്തും നിന്നിരുന്നത് കാനഡ, അവരുടെ ഒരു ട്വിൻ ബ്രദർ എന്നാണ് പറയുന്നത്. കാനഡ അവരിൽ നിന്ന് അകന്നു, UK മാറുന്നു, ഫ്രാൻസ് മാറുന്നു, ഇറ്റലി മാറുന്നു. ഇവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ട്രംപ് അനാവശ്യമായി ഇടപെടുന്നു. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയല്ല, ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒരു ബുദ്ധിയില്ലാത്ത ചില പ്രവർത്തനങ്ങൾ അത് മറ്റ് രാജ്യങ്ങൾക്ക് വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നു. ആ രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കെതിരെ അകന്നു പോകുന്നു. അതെ, അമേരിക്ക ഒറ്റപ്പെടുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്ക ഒറ്റപ്പെടുന്നു. ബാക്കി രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുന്നു. ഇപ്പൊ തന്നെ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായില്ലേ? ആ യൂറോപ്യൻ യൂണിയൻ ബ്രിക്സ് കൺട്രികളുടെ ഇത് വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് എന്താണ് പ്രസക്തി? ഈ ഡൊണാൾഡ് ട്രംപ് വന്ന് കാത്തിരിക്കേണ്ടി വരും. ഓരോ രാഷ്ട്രത്തലവന്മാരുടെയും മുമ്പിൽ വന്ന് അദ്ദേഹം കാത്തിരിക്കേണ്ട സമയം അടുത്ത് തന്നെ ഉണ്ടാവും. അവർക്ക് യാതൊരു പ്രസക്തിയും അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ബയേഴ്സ് കൺട്രിയാണ്. ഒരു ബയേഴ്സ് കൺട്രിയിൽ ഇത്രയധികം തീരുവ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ആലോചിക്കണ്ടേ? ഇദ്ദേഹം വലിയ കാശുകാരനായിരിക്കും. സിനൂജി, അവിടെയും ഇതുപോലെ നമ്മുടെ രാജ്യങ്ങൾ പോലെ പാവപ്പെട്ടവരുണ്ട്, കീറി പറഞ്ഞ തുണിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, വലിയ വലിയ പാലങ്ങളുടെ അടിയിൽ ഒരു മേൽക്കൂര പാലമാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പുവർ കൺട്രിയാണ്. വെറുതെ പാട്ടുപാടി നമ്മളുടെ ഇവിടെ തെരുവ് ഗായകന്മാരെ പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും കാണാണ്ട് ഈ ഡോളറിന് ഇവിടെ ഇത്രയും രൂപ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ ഇത്രയും എക്സ്ചേഞ്ച് റേറ്റ് എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ മായാലോകം മായയാണ് എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ മായാലോകം ഇല്ലാണ്ടാവും. അമേരിക്ക എന്ന് പറഞ്ഞൊരു കൾച്ചറില്ല.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആൾക്കാരുടെ കൾച്ചർ ചെയ്യുന്നൊരു സ്ഥലമാണ്. ആമൻ അമേരിക്കൻ എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ പൗരാണികർ അവിടെ നിന്ന് വന്നതാണ്. എനിക്ക് പറയാൻ പറ്റും ഞാനൊരു ഭാരതീയനാണെന്ന്, സിനൂജിക്ക് പറയാൻ പറ്റും ഞാനൊരു ഭാരതീയനാണെന്ന്. എത്രയോ നൂറ്റാണ്ടുകളല്ല, എത്രയോ ആയിരം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കൾച്ചറിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആ ഒരു കൾച്ചർ അവർക്ക് അവകാശപ്പെടാനുണ്ടോ? കൊന്നും ചതിച്ചും വെട്ടിപ്പിടിച്ചും എടുത്ത ഒരു സാമ്രാജ്യം അതേപോലെ തന്നെ മായയായി തീരുന്ന കാര്യമാണ് ധനതത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ തുണിയില്ലെങ്കിൽ നമുക്ക് കീറി പറഞ്ഞാണെങ്കിലും ഒക്കെ ജീവിക്കാം, മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? 500% 100 രൂപയുടെ മരുന്ന് 5000 രൂപ കൊടുത്ത് എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റും? പറ്റില്ല. അപ്പൊ അമേരിക്ക ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ഈ പറയുന്ന മരുന്നിനാണ്. മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ അതിന് തീരുവ കൂട്ടിയിട്ടില്ല, മറ്റു കാര്യങ്ങൾക്കാണ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മാത്രം. മോഡിജി വളരെ ക്വയറ്റ് ആയിട്ട് ഒരു പബ്ലിസിറ്റിയും കൊടുത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങളെ ചെറിപ്പെടുത്തൊന്നുമില്ല, ഒരു പ്രൊക്ലമേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ കയറ്റി അയക്കുന്നില്ല. അതായത് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണിച്ച മണ്ടത്തരങ്ങൾ ആ രാജ്യത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീക്കുന്നുവെന്ന് ട്രംപിൻ്റെ ഭരണകക്ഷിയിലെ പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ കയ്യിലൊരു പാവയെ പോലെ ട്രംപ് പ്രവർത്തിച്ചേ പറ്റൂ. അവസാനമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, റഷ്യയുടെ ഭാഗത്തു നിന്ന്, ചൈനയുടെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടുണ്ടാകുമെന്നുള്ള ഡീപ് സ്റ്റേറ്റിന് ഭയമാണ്. അതുകൊണ്ട് ട്രംപിനെ ഇറക്കി കളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചൈനയുമായിട്ടൊരു കോംപ്രമൈസ് മീറ്റിംഗ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം, കിം ജോങ് ഉന്നിനെ നേരിട്ട് കണ്ടുകൊണ്ട് അവിടുത്തെ ആണവ ഭീഷണി ഒഴിവാക്കാനുള്ള ശ്രമം, ഇതൊക്കെ കണ്ടിട്ട് പരിഭ്രാന്തനായി ഓടി നടക്കുന്ന ഒരു ട്രംപിനെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? അല്ല, അമേരിക്കക്കാർ പൊതുവേ പരിഭ്രാന്തരാണ്. അവർക്കറിയില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവർക്ക് ഭക്ഷണം കിട്ടുമോ, അവർക്ക് തുണി കിട്ടുമോ, അതിനൊക്കെ എത്ര വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ചൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, ആ സമ്പാദ്യം മുഴുവൻ ഇല്ലാണ്ടാകും. അമേരിക്കയുടെ ആ ഡോളറിൻ്റെ ആ ഒരു ഉന്നതമായ പദവിയും കൂടി ഇല്ലാതാകുന്നതോടുകൂടി, രാജ്യങ്ങൾ തമ്മിൽ സ്വന്തം കറൻസിയിൽ എക്സ്ചേഞ്ച് നടക്കുന്നതോടുകൂടി ട്രംപിൻ്റെ കാലശേഷം അമേരിക്ക വന്നതുപോലെ തന്നെ ഇല്ലാതാകുമെന്ന് തന്നെ വേണം എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആകുമെന്നാണ് ധനശാസ്ത്രജ്ഞന്മാർ പറയുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.